ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ നാളെ മുതൽ മിനായിലേക്ക് നീങ്ങുമെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം. മിനായിലും അറഫയിലുമെല്ലാം തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കും. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള എല്ലാ തീർത്ഥാടകർക്കും മിനായുടെ പരമ്പരാഗത അതിർത്തിക്കുള്ളിൽ ടെന്റ് സൗകര്യം ലഭിച്ചതായും കോൺസുൽ ജനറൽ പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്ന 1.25 ലക്ഷം തീർത്ഥാടകരും സൗദിയിലെത്തിയതായി ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം പറഞ്ഞു. ഇവർക്ക് സുഗമമായി ഹജ്ജ് നിർവഹിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇന്ത്യൻ ഹജ്ജ് മിഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രിയോടെ മക്കയിൽ നിന്ന് മിനായിലേക്ക് പുറപ്പെടുന്ന തീർത്ഥാടകർ 19-ാം തീയതി, അതായത് ദുൽഹജ്ജ് 13 ബുധനാഴ്ച കർമ്മങ്ങൾ പൂർത്തിയാക്കി മിനായിൽ നിന്ന് മടങ്ങുമെന്നും കോൺസുൽ ജനറൽ പറഞ്ഞു. On 13th June, from the evening, the pilgrims will start moving to the holy sites of Mina. And we expect that by afternoon, all the pilgrims will be stationed in Mina. They will offer prayers on 14th June. And from 14th June, late in the evening, they will start moving towards Arafat. The Arafat day is on 15th June, which is a very crucial and important day because all of the pilgrims from all over the world, including from India, will reach to Arafat on 15th of June. Subsequently, they will offer prayer there and they will go to Muzdalifah after sunset and then they will pray there in Muzdalifah. On 16th June, which is the 10th Dhul-Hijjah and Eid day, the pilgrims will return back to Mina and then they will do the Rami, the stoning of the devil in Jamarat, and subsequently they will stay in Mina for 10th, 11th and 12th. ഇന്ത്യൻ തീർത്ഥാടകരുടെ സേവനത്തിനായി മീനായിൽ 2-ഉം അറഫയിൽ 1-ഉം ഓഫീസുകൾ ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കിയിട്ടുണ്ട്. ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള 1,40,000-ഓളം തീർത്ഥാടകർക്കും മിനായുടെ പരമ്പരാഗത അതിർത്തിക്കുള്ളിലാണ് ഇത്തവണ താമസ സൗകര്യം ലഭിച്ചിരിക്കുന്നത്. ഇവർക്ക് പാകം ചെയ്ത ഫ്രഷ് ഫുഡ് വിതരണം ചെയ്യുമെന്നും ഹജ്ജ് മിഷൻ അറിയിച്ചു. ജലീൽ കണമകലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.